ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രിസ്മസ് സ്റ്റാറ്റസ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്രിസ്മസ് സ്റ്റാറ്റസിന് 6 വെറൈറ്റീസ് അടങ്ങിയ ഒരു അടിപൊളി കോംബോ ഓഫറിൽ ഇട്ടിരിക്കുന്ന കുറച്ച് പ്ലാന്റ്സ് ആണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. 190 രൂപയാണ് ഈ ഒരു 6 കളറിന് വരുന്നത് റേറ്റ് എന്ന് പറയുന്നത്. അടിപൊളി പ്ലാന്റ്സ് ആണ്, നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാനും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നോക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ് നമ്മുടെ ക്രിസ്മസ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യകത ഒന്നുമില്ല. നമുക്കൊന്ന് നട്ട് വെച്ചതിന് ശേഷം 2 ദിവസം കൂടിയാലും അല്ലെങ്കിൽ 3 ദിവസം കൂടിയാലും മാത്രം ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. നമുക്ക് വളർത്താൻ സിമ്പിളായിട്ടുള്ള ഒരു പ്ലാന്റാണ് ക്രിസ്മസ് സ്റ്റാറ്റസ്. അപ്പോൾ നമ്മുടെ ഈ ക്രിസ്മസ് സ്റ്റാറ്റസിന് വാട്ടറിങ്, അതുപോലെ തന്നെ ഫ്ലവറിങ്, അതുപോലെ തന്നെ പോട്ടി മിക്സ് എന്നിവയെല്ലാം ഈ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞു പോവുകയാണ്. ഒപ്പം നമ്മുടെ ഈ ഒരു ക്രിസ്മസ് സ്റ്റാറ്റസിൻ്റെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ തടയാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരാം. ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോയിലുള്ള സെയിം കാര്യങ്ങൾ തന്നെയാണ്. ഇനി ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്രിസ്മസ് സ്റ്റാറ്റസിന് വാട്ടറിങ് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 ദിവസം കൂടുമ്പോൾ മാത്രം നമുക്കൊന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി. നമ്മളെപ്പോഴും നനയ്ക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ് പെട്ടെന്ന് തന്നെ നാശമാകും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റിൻ്റെ ഇലകളൊക്കെ പൊഴിച്ച് കളയുന്നൊരു സാഹചര്യം ഈ ഒരു പ്ലാന്റിന് വരും. അത് ഒരുപാട് വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് അങ്ങനെ. അപ്പോൾ നമ്മൾ 2-3 ദിവസം കൂടുമ്പോൾ മാത്രം ഒന്ന് നനച്ചു കൊടുത്താൽ മതി. 2 ദിവസമോ അല്ലെങ്കിൽ ഒരു 4-3 ദിവസം കൂടുമ്പോൾ മാത്രം ഒന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി. ഡിസംബർ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ ക്രിസ്മസ് സ്റ്റാറ്റസിൻ്റെ ഫ്ലവർ ഉണ്ടാവുക. നമ്മൾ കെയർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് എപ്പോൾ നമുക്ക് ഫ്ലവർ കിട്ടുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു ക്രിസ്മസ് സ്റ്റാറ്റസ് എന്ന് പറയുന്ന പ്ലാന്റ്. അപ്പോൾ അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രിസ്മസ് സ്റ്റാറ്റസിന് പോട്ടി മിക്സ് ആണ് വരുന്നത്. പോട്ടി മിക്സ് എന്ന് പറയുന്നത് മണ്ണ്, ചകിരിച്ചോറ്, ചാണകപ്പൊടി, എല്ലുപൊടി എന്നിവയാണ് നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ ഒരു പ്ലാന്റ് നട്ടു വെക്കുമ്പോൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി ഈ ഒരു വീഡിയോയിൽ തന്നെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സ്റ്റാറ്റസ് നട്ടു വെക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ജിഫി ബാഗ് റിമൂവ് ചെയ്ത് കളയണം. അല്ലെങ്കിൽ ജിഫി ബാഗിൻ്റെ സൈഡ് ഭാഗം കട്ട് ചെയ്തിട്ട് നമുക്ക് നട്ടു വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ജിഫി ബാഗിൻ്റെ കവറ് ഞാൻ ഫുള്ളായിട്ട് റിമൂവ് ചെയ്ത് കാണിക്കുകയാണ്. നമ്മുടെ വേരുകൾക്കൊന്നും വരാതെ നോക്കണം. നല്ല പോലെ ശ്രദ്ധിച്ച് വേണം ഈ ഒരു പ്ലാന്റിൻ്റെ ബാഗ് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഞാനിത് പതിയെ ശ്രദ്ധിച്ചാണ് റിമൂവ് ചെയ്യുന്നത്. ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യണം എന്നില്ല. നമുക്ക് ഈ റിമൂവ് ചെയ്യുന്നതിന് പകരം സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് നട്ടു വെക്കാവുന്നതാണ്. അതായത് ജിഫി ബാഗ് മാത്രം ഒന്ന് സൈഡ് കട്ട് ചെയ്തിട്ട് നട്ടു വെക്കാവുന്നതാണ്. വേരുകൾക്കൊന്നും വരാതെയും കൂടി ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് കൊണ്ട് നല്ല വേര് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഞാൻ പറഞ്ഞ പോട്ടി മിക്സിലേക്ക് ഞാൻ ഈ നട്ടു വെക്കുന്നത് വേണ്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫംഗൽ ഇൻഫെക്ഷൻ ഈ പ്ലാന്റിന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാഫ് ഉപയോഗിക്കാവുന്നതാണ്. സാഫ് ഉപയോഗിക്കുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് പോട്ടിൽ മണ്ണ് നിറയ്ക്കുന്നതിന് കൂടെ തന്നെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അതെല്ലാം എന്നുണ്ടെങ്കിൽ ലിക്വിഡ് ആക്കിയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ലിക്വിഡായിട്ട് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ പോട്ടിലേക്ക് മണ്ണിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്തിട്ടിടുന്നവരുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മുടെ ഈ ക്രിസ്മസ് സ്റ്റാറ്റസിനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഫംഗൽ ഇൻഫെക്ഷൻ ഒരുപാട് വരുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ക്രിസ്മസ് സ്റ്റാറ്റസ്. അപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ തടയാനുള്ള സാഫ് നമുക്ക് ഉപയോഗിക്കേണ്ടത് തന്നെയാണ്. അപ്പം നമ്മുടെ ഈ ഒരു അടിപൊളി കോംബോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി ഇതുവരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. ഇനി ഈ ഒരു പ്ലാൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാവുന്നതാണ്.